മനുഷ്യ ജീവിതത്തിലെ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മളെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്താറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ, കണ്ണുനീരുകൾ, തിക്തമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ യാത്രയുടെ ഉദ്ദേശത്തെ സംശയം ജനിപ്പിക്കുമാറ് ആ പ്രതികൂലങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയ ചിന്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം സമൂഹം കണ്ടിട്ടുള്ളതിൽ, മനുഷ്യകുലം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹീനമായ ഒരു ശിക്ഷാ നടപടിയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നോക്കി നിൽക്കാൻ കഴിയുമാറ് അത്ര ഭംഗിയുള്ളതോ അത്ര മനസ്സിന് കട്ടി നൽകുന്നതോ ഒന്നല്ല, വളരെ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഈ ക്രൂശീകരണം നടക്കുമ്പോഴും ഇത്രയും കൊടിയ പീഡകൾ യേശുക്രിസ്തുവിന് നേരെ അന്നത്തെ സമൂഹവും മതകോടതിയും അന്നത്തെ ഗവൺമെന്റും നടത്തുമ്പോഴും ഒരു കാര്യം വളരെ സൂക്ഷ്മമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 34-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം വളരെ രസകരമായിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. ദാവീദ് എന്ന മനുഷ്യൻ യേശുക്രിസ്തുവിലൂടെ നോക്കിക്കാണുന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് ആ വേദഭാഗം. ആ വാക്യം ഇങ്ങനെയാണ്: അവന്റെ അസ്ഥികളൊക്കെയും ദൈവം സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. യേശുക്രിസ്തുവിന് നേരെ കൊടിയ പീഡകളാണ് അന്നത്തെ മതകോടതികളും മേലധ്യക്ഷന്മാരും സമൂഹവും ഒക്കെ യേശുക്രിസ്തുവിന് കൊടുക്കുന്നത്. എന്നാൽ ഈ കൊടിയ പീഡയുടെ നടുവിലും ശ്രദ്ധിച്ചു നോക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ ശരീരത്തിൽ ഇനി മുറിവില്ലാത്ത ഒരു ഇടമില്ല എന്നുള്ളതാണ്. സകല ഇടവും അടിച്ചു മുറിവേൽക്കപ്പെട്ടിരിക്കുകയാണ്. താടി രോമങ്ങൾ പോലും പിച്ചിപ്പറിക്കപ്പെട്ടിരിക്കുകയാണ്. തലയിൽ വലിയ മുൾക്കിരീടം വച്ചിരിക്കുകയാണ്. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വികൃതമായിരിക്കുകയാണ്. എങ്കിലും ദൈവവചനം വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്: അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. യേശുക്രിസ്തുവിന്റെ കരണത്ത്, ചെന്നത്ത് പലവട്ടം പടയാളികൾ മാറി മാറി അടിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവനെ കോലുകൊണ്ട് ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വലിയ ഭാരമേറിയ ക്രൂശുമായിട്ട് യേശു പലവട്ടം ആ ഗോൽഗോഥായുടെ മണ്ണിൽ കവിണ്ണ് വീഴുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വലിയ കാരിരുമ്പുകൾ അവന്റെ കൈകാലുകളിലേക്ക് തുളച്ചു കയറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒടുവിൽ ഒരു വലിയ പടയാളി വന്ന് അവന്റെ കുന്തം ഉപയോഗിച്ച് യേശുക്രിസ്തുവിന്റെ വിലാപ്പുറം കുത്തി തുറക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്രയും കൊടിയ പീഡകൾ നടന്നിട്ടും യേശുക്രിസ്തുവിന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പീഡകൾ ഉണ്ടായിട്ടും യേശുക്രിസ്തുവിന്റെ അസ്ഥികൾ സംരക്ഷിക്കപ്പെട്ടത്? 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഈ ദൈവവചനത്തിൽ കാണുന്നത്. ഒന്ന്, ദൈവം അനുവദിക്കാതെ ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ദൈവം അനുവദിച്ചതിന്റെ മുകളിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഒരു പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത്? അത് ദൈവം അനുവദിച്ചതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്: ദൈവം ചെയ്ത വാഗ്ദത്തത്തെ തകർത്ത് കളയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു വാഗ്ദത്തം കേട്ട വ്യക്തിയാണോ? അതുകൊണ്ട് ധൈര്യപ്പെടുക. അതിന്റെ അപ്പുറം വന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ വാഗ്ദത്തത്തെയും ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല. ഗോഡ് ബ്ലെസ്.